എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ബോധവാന്മാരാക്കുന്ന ഒരു വ്യക്തിത്വത്തെ ശ്രവിക്കാം. യോഹന്നാൻ 16:8 അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ഈ വാക്യം യേശുവിൻ്റെ വിടവാങ്ങൽ പ്രഭാഷണം എന്നറിയപ്പെടുന്ന ഭാഗമാണ്. അത് തൻ്റെ കുരിശീകരണത്തിൻ്റെ തലേദിവസം രാത്രി തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ വേർപാടിനായി ഒരുക്കുകയാണ്. അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരവ് വാഗ്ദാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് അവരെ നയിക്കുകയും പഠിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമെന്ന് അവൻ അവരോട് പറയുന്നു. എന്നാൽ അവൻ ലോകത്തിൽ നിർണായക പങ്ക് വഹിക്കും, പ്രത്യേകിച്ച് പാപത്തിൻ്റെ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ. ഈ വാക്യം പരിശുദ്ധാത്മാവിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളിൽ ഒന്ന് എടുത്തു കാണിക്കുന്നു: ബോധ്യം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവർ ലോകത്തിലെ 3 കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്ന് ഈ വാക്യം നമ്മോട് പറയുന്നു. അതായത്, പരിശുദ്ധാത്മാവ് നമുക്ക് നമ്മുടെ പാപവും രക്ഷയുടെ ആവശ്യകതയും വെളിപ്പെടുത്തും. യേശുക്രിസ്തുവിൽ കാണപ്പെടുന്ന നീതിയുടെ നിലവാരത്തെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു. ലോകത്തിൻ്റെ പാപവും ദൈവത്തിൻ്റെ വിശുദ്ധിയും തമ്മിലുള്ള വൈരുദ്ധ്യം ഉയർത്തിക്കാട്ടുന്നു. വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും ദൈവത്തിൻ്റെ രക്ഷാവാഗ്ദാനം നിരസിക്കുന്നതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും അത് ആളുകളെ ബോധ്യവാന്മാരാക്കും. അവൻ വന്നപ്പോൾ ഇവിടെ അവൻ പരിശുദ്ധാത്മാവിനെ പരാമർശിക്കുന്നു. തൻ്റെ സ്വർഗാരോഹണത്തിനു ശേഷം അവൻ വരുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ശിഷ്യന്മാരെ അവരുടെ ദൗത്യത്തിൽ നയിക്കുകയും പഠിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുക എന്നതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അവൻ ലോകത്തെ ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവിൻ്റെ പങ്ക് വിശ്വാസികളെ ആശ്വസിപ്പിക്കാനും ശക്തീകരിക്കാനും മാത്രമല്ല, അവിശ്വാസികളുടെ ഹൃദയത്തിൽ അവരെ ബോധ്യപ്പെടുത്തി പ്രവർത്തിക്കാനും കൂടിയാണ്. പാപം സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് ആളുകളെ അവരുടെ പാപത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് യേശുവിനെ മെശിഹായും രക്ഷകനുമായ അവരുടെ നീതീകരണത്തെ ബോധ്യപ്പെടുത്തുന്നു എന്നാണ്. യേശുക്രിസ്തുവിൽ ഉൾക്കൊള്ളുന്ന നീതിയുടെ നിലവാരം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു എന്നതാണ് നീതി. വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ആളുകളെ ബോധ്യപ്പെടുത്തുന്നു എന്ന വിധി ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ച് ക്രിസ്തുവിനെ നിരസിക്കുന്നവർക്കുള്ള ന്യായവിധി. ബോധ്യപ്പെടുത്തുന്നതിൽ പരിശുദ്ധാത്മാവിൻ്റെ പങ്ക് നാം തിരിച്ചറിയണം. ബോധ്യം ശിക്ഷാവിധിയല്ലെന്ന് നാം മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിനെ ബോധ്യത്തോടെ പ്രതികരിക്കുകയും അടിയന്തിരമായി സുവിശേഷം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുക. സ്നേഹപിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുന്ന പ്രവൃത്തിയെ സ്വീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൂടുതൽ വിശുദ്ധിയിലേക്കും ദൈവേഷ്ടത്തോടുള്ള യോജിപ്പിലേക്കും ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.